പ്രോ വെഡിങ് പ്ലാൻസ് പാർട്ട് 4. ഇന്നൊരു മെസ്സേജ് വന്നു, ബ്രോ ഡ്രസ്സൊക്കെ എങ്ങനെ എടുക്കണ്ടേ, റെന്റ് എടുക്കണോ അതോ മേടിക്കണോ, എന്താ ചെയ്യണ്ടേ? സോ ബേസിക്കലി റെന്റ് എടുക്കുന്നതാണ് കുറച്ച് നല്ലത്. കാരണം നമ്മൾ ആ ഡ്രസ് ഒരു വട്ടം യൂസ് ചെയ്യുള്ളൂ, പിന്നെ ഒരിക്കലും ആ ഡ്രസ് ഉപയോഗിക്കാൻ പോകുന്നില്ല. വെറും ഒരു 4-5 മണിക്കൂർ മാക്സിമം, അതിനുശേഷം ആ സാധനം അവിടെ തന്നെ ഇരിക്കും. അമർ അക്ബർ അന്തോണിയിലെ രമേശ് പിഷാരയുടെ ആവണമെങ്കിൽ ആവാം. ചുമ്മാ ഒരു കുർത്തയ്ക്ക് 5K 6K ഒക്കെ കളയുന്നത് വെറും വേസ്റ്റ് ആണ്. വെറും ഒരു 500-600 റേഞ്ചിൽ കുർത്ത റെന്റിനൊക്കെ കിട്ടുന്നതായിരിക്കും. അതൊക്കെ മേടിച്ചിട്ടിട്ട് പരിപാടി ഉഷാറാക്കുക, കളറാക്കുക. പിന്നെ കല്യാണം കുറച്ച് ലോങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് റൂം എടുക്കേണ്ടി വരും. സോ അങ്ങോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ചാൽ വളരെ നല്ലത്. പിന്നെ റൂം ബുക്ക് ചെയ്യുമ്പോൾ ഒരു എയർബിഎൻബി അങ്ങ് ബുക്ക് ചെയ്യുക. അതാകുമ്പോൾ ഒരു റൂമിൽ ഒരു ഫാമിലി മൊത്തത്തിൽ അങ്ങ് കയറിക്കോളും, വേറെ ഒന്നും നോക്കാനില്ല. ഈ ഹോട്ടൽ റൂംസ് ഓരോന്ന് എടുക്കുമ്പോൾ അതിനകത്ത് 2 പേര് 3 പേരൊക്കെ കയറാൻ പറ്റും. പിന്നെ റൂം സ്പേസും കുറവായിരിക്കും. സോ എയർബിഎൻബി ഇസ് എ ബെറ്റർ ഓപ്ഷൻ, കീപ് ഇൻ മൈൻഡ്. പിന്നെ ഒരു റൂമിന് 2000-3000 ഒക്കെ കൊടുക്കുന്നത് ഈ എയർബിഎൻബി മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് തന്നെ ഒരു 4-5 റൂം ഉണ്ടാവും. പിന്നെ വിശാലമായ ഹോളൊക്കെ ഉണ്ടാവും. സോ 2 ബെഡൊക്കെ എടുത്ത് താഴെയാണെങ്കിൽ പിന്നെ അവർ കിടന്നാലും കിടന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചുമ്മാ 2 മണിക്കൂർ കിടക്കും, ബാക്കി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി സമയം കളയും. സോ ബേസിക്കലി എയർബിഎൻബി ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. സോ പ്ലീസ് കൺസിഡർ. ബാക്കി അടുത്ത പാട്ടിൽ കാണാം. സോ ഫോളോ ഫോർ മോർ. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.